അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എങ്ങനെയാണ് ഇതുപോലത്തെ സ്ക്രീൻ ഗാർഡൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ സിമ്പിളായിട്ട് ഒട്ടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് മെയിൻ ഞാനത് പറയാനുള്ള കാരണം കുറേ ആൾക്കാർ ഓൺലൈനിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഈ സ്ക്രീൻ ഗാർഡൊക്കെ ഓർഡർ ചെയ്യും. എന്നിട്ട് അവർ ഒട്ടിച്ചതിന് ശമ്പളം കൊണ്ട് കൊണ്ടുവന്നേരും ഫുള്ള് ബബിൾസൊക്കെ ആയിട്ട്. എന്നിട്ട് അവർ വേറെ എന്തെങ്കിലും ഷോപ്പിൽ നിന്ന് പിന്നെ എടുക്കും ചെയ്യും. അല്ലെങ്കിൽ കുറേ ആൾക്കാർ ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്താണ്ട് പിന്നെ ഷോപ്പിലേക്ക് എന്ത് ചെയ്യും, ഇത് കൊണ്ടുവരും ഒട്ടിക്കാൻ വേണ്ടി. ഇതെങ്ങനെ ഒട്ടിക്കൽ വെച്ചാണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുന്ന പരിപാടിയാണിത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സിമ്പിളായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ മിക്കവാറും ഓൺലൈൻ ഗ്ലാസ് ഓർഡർ ചെയ്യുമ്പോൾ ഇതുപോലത്തെ പല ടൈപ്പ് ഗ്ലാസ്സുകളുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഗ്ലാസ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അതിന് കൂടെ ഇങ്ങനത്തെ ഒരു കിട്ടും. ഒന്ന് ഇതുപോലത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ക്ലോത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് എന്ത് ചെയ്യുക എടുക്കാം തൽക്കാലം. ഓക്കെ, പിന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ പ്രശ്നമുണ്ട്. ഇതിൽ നമ്മൾ ചിലതിൽ നമുക്കൊരു വാട്ടർ കണ്ടന്റ് ഉണ്ടാവില്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള അവസ്ഥയായിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് സ്പ്രേ ഉണ്ടാവുമല്ലോ, അതേപോലത്തെ പെർഫ്യൂമൊക്കെ ഏതെങ്കിലും എന്ത് ചെയ്യുക എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യാം. അപ്പോൾ എങ്ങനെ കാണിച്ചു തരാം, സിമ്പിൾ മെത്തേഡ് ആട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനായിട്ട് നമ്മൾ ഒട്ടിക്കാൻ വേറെ ഷോപ്പിൽ നിന്ന് പോകേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, നോക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ളത് ഈ സ്ക്രീൻ ഗാർഡാണ്. ഓക്കെ, അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ഓഫാക്കുക. റൂമിൽ ഫാന്, AC, അല്ലെങ്കിൽ കാറ്റ് വരുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ഓഫാക്കാം. നമ്മൾ ഒട്ടിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഡസ്റ്റ് വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ തൽക്കാലം ഞാൻ കണ്ടോ ഇത് പെർഫ്യൂം ഉണ്ട്, അതൊന്ന് യൂസ് ചെയ്യണം. ജസ്റ്റ് അടിക്കുക. അങ്ങനെ സാധനം മിക്കവാറും കിട്ടും, അല്ലെങ്കിൽ ഒരു ക്ലോത്താ കിട്ടുക. ഓക്കെ, ഒരു നമ്പർ 1 ഇതിനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് അകത്ത് പോകണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ ഫോണാണ് കേട്ടോ. ജസ്റ്റ് മുകളിൽ സ്റ്റിക്കർ ഉണ്ട്, പ്ലാസ്റ്റിക് സ്റ്റിക്കർ ഉണ്ട്, അതൊന്ന് അയച്ചു കളയുന്ന ആദ്യം. ഓക്കെ, എന്താ സ്റ്റിക്കർ ഉണ്ട് കളഞ്ഞു. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ സ്പ്രേ അടിച്ച് പെർഫ്യൂം, ഈ പെർഫ്യൂം എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അതുപോലെ ഇതുണ്ടോ നമ്പർ 2 പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ക്ലോത്ത് എന്തെങ്കിലും യൂസ് ചെയ്യാം, നോ പ്രോബ്ലം. ഓക്കെ, വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ പറ്റിയ ക്ലോത്ത് ഒന്നും യൂസ് ചെയ്താണ്. ജസ്റ്റ് നമ്മൾ നോക്കണം കേട്ടോ. പിന്നെ ഇത് ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണ്. സാധാരണ വീട്ടിൽ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോൾ ഡസ്റ്റ് ഇല്ല നമ്മൾ കൺഫേം ചെയ്യട്ടോ. ശരിക്കും ക്ലീൻ ചെയ്യാം. നിങ്ങൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കുമ്പോൾ എന്തായാലും ക്ലീൻ ചെയ്യണം. എനിക്കിത് കുറെ ഒട്ടിച്ച് പരിചയങ്ങൾ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്യുന്നത്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഒട്ടിക്കാൻ നിങ്ങൾ നല്ലോണം നോക്കണം. ചെറിയൊരു ഡസ്റ്റ് കുടുങ്ങിയാൽ പോലും ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ അത് അറിയും. ഓക്കെ, അതിനു വേണ്ടിയാണ് പറഞ്ഞത് ഫാനൊക്കെ ഓഫ് ആക്കാൻ. ഫാൻ, AC ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ആക്കുക. ഓക്കെ, ഇപ്പോൾ അകത്തുനിന്നൊക്കെ ചെയ്യാം മാക്സിമം വീടിൻ്റെ. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓർഡർ ചെയ്ത ഫൈഡ് എടുക്കുക. ഇത് നമ്മൾ ഫൈഡ് ഉണ്ടാവും, നമ്മൾ റിമൂവ് ഒക്കെ ചെയ്യാൻ ഡസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, താഴത്തെ സ്റ്റിക്കർ അങ്ങ് പൊളിക്കുക. മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്യാമറ ഭാഗം എന്ത് ചെയ്യുക കറക്റ്റ് നോക്കുക. നമ്മൾ മുകളിലത്തെ ക്യാമറ ഭാഗം ഇല്ല, അതുപോലെ മുകളിലത്തെ 2 കോർണറും ശരിക്കും ഒന്ന് സെറ്റ് ആക്കുക. അതുപോലെ സൈഡ് ഭാഗം നോക്കുക, കറക്റ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടോ നോക്കുക. ഇത് വല്ല എന്ത് ചെയ്യുക വെച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതിന്റെ ഗ്ലാസ് ഓർഡർ ചെയ്യുന്ന ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആട്ടോ. കുറഞ്ഞ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ല ബബിൾസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ ഗ്ലാസ് നമ്മൾ വെച്ച് ബബിൾസ് പോയില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ പൊക്കി ഇടേണ്ടി വരും. ചില കോർണറിലേക്ക് ഇതുപോലെ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊക്കുക. കണ്ടോ, പ്രസ് ചെയ്യാം. കണ്ടോ, ഓക്കെ, ഇത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ താഴെ ഒരു ബബിൾസ് തന്നെ കാണാം, കാണുന്നത് ചെറിയ കുഞ്ഞു ബബിൾസ് ഉണ്ടോ. ജസ്റ്റ് ഒന്ന് പൊക്കുക, ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സിമ്പിൾ മെത്തേഡാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതാണെങ്കിൽ എന്ത് ചെയ്യാം, മുകൾ ഭാഗം ഇപ്പോൾ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് സ്പ്രേ നടിക്കുക. ക്ലീൻ ചെയ്തിട്ട് ജസ്റ്റ് ഇവിടെ ചെറിയ ബബിൾസ് ഉണ്ട്. ഓക്കെ ഓക്കെ, അതും പോയി. ബബിൾസ് വരുന്നത് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ കേട്ടോ, പിന്നെ പോകും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസിന്റെ ക്വാളിറ്റിക്ക് ഒരു ഘടകമാണ്. കണ്ടോ, സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഇത്രയേ ഉള്ളൂ പണി. ഇപ്പൊ ഇതിനായിട്ട് ഷോപ്പിൽ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ.